അടുത്ത ഭാഗമാണ് ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ്. ഏതൊക്കെ തരം ഹാക്കേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് ഇന്റൻഷനോട് വർക്ക് ചെയ്യുന്ന ഹാക്കേഴ്സ് ഉണ്ട്, ബാഡ് ഇന്റൻഷനോട് വർക്ക് ചെയ്യുന്ന ഹാക്കേഴ്സ് ഉണ്ട്. ഓക്കെ, അവരൊക്കെ ടെക്നിക്കലി നമ്മൾ വിളിക്കുന്ന പേരാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം കാണുന്ന ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഇതാണ് പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ്. ദെൻ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, പെർമിഷൻ ഇല്ലാണ്ട് ഹാക്ക് ചെയ്യുക. ദെൻ ഹാക്ക് ചെയ്ത കാര്യം അത് അറിയിക്കാതിരിക്കുക. കൺസേണഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ടാവും, അവരെ അറിയിക്കാതിരിക്കുക. ഹാക്ക് ചെയ്തിട്ടുള്ള ഡാറ്റ ഇല്ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പെർമിഷൻ ഇല്ലാണ്ട് ഹാക്ക് ചെയ്യാം. ഓക്കെ, അവർ പിന്നെ ആ ഹാക്ക് ചെയ്ത കാര്യം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല, വിക്ടിമിനോട് പറയുന്നില്ല. എൻ്റെ ഡാറ്റ ഹാക്ക് ചെയ്തിട്ട് അവർ എന്നോട് പറയുന്നില്ല ഞാൻ ഇങ്ങനെ ഹാക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യം പറയുന്നില്ല. അതിന്റെ ആവശ്യം അവർക്കില്ല. അവരെന്ത് ചെയ്യുന്നു, ആ ഡാറ്റ എടുത്തിട്ട് എൻ്റെ അടുത്ത് കിട്ടിയ ഇൻഫർമേഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ എന്നെ അവർ ഹാക്ക് ചെയ്ത് എൻ്റെ സിസ്റ്റം നശിപ്പിച്ചിട്ട് പോയി. ഓക്കെ, പെർമിഷൻ ഇല്ലാണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഹാക്കേഴ്സിന് പെർമിഷൻ കൊടുക്കുക, എന്നിട്ട് അവരോട് ഹാക്ക് ചെയ്യാൻ പറയാം. അവർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീക്ക് പോയിന്റുകൾ അല്ലെങ്കിൽ വൾണറബിലിറ്റീസുകളൊക്കെ കിട്ടുമല്ലോ, അത് അവരെന്ത് ചെയ്യും, കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റികളിൽ പറയും. ഓക്കെ, അത് എൻ്റെ അടുത്ത് തന്നെ പറയും. ഞാനാണല്ലോ അവരെ ഏൽപ്പിച്ചത് ഹാക്ക് ചെയ്യാൻ. അവരത് ഹാക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ആ കാര്യം എൻ്റെ അടുത്ത് തന്നെ പറയുന്നു. അവരെൻ്റെ കമ്പനിയെ തന്നെ ഹാക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കമ്പനിയെ ഒന്ന് ഹാക്ക് ചെയ്യാം. അവരെൻ്റെ കമ്പനിയെ ഹാക്ക് ചെയ്തു. ആ ഹാക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്തു, എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു. എൻ്റെ അടുത്ത് തന്നെ അവർ റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ചോദിച്ചു, എനിക്കൊരു സംശയം, എൻ്റെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഹാക്കറിനോട് ചോദിച്ചു. ഹാക്കർ എന്ത് ചെയ്തു, എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് തെളിയിച്ചു തന്നു, ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം തെളിയിച്ചു തന്നു. അപ്പൊ അങ്ങനെയുള്ള ഹാക്കേഴ്സ്, അയാൾ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ഡാറ്റ എടുത്തിട്ട് അത് വേറെ എവിടെയും കൊണ്ട് വിൽക്കുന്നില്ല. വിറ്റാൽ അയാൾ പിന്നെ ആരായി, ബ്ലാക്ക് ഹാറ്റ് ഹാക്കറായി. ഓക്കെ, അയാൾ എന്ത് ചെയ്തു, എൻ്റെ ഡാറ്റ അത് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അങ്ങനെയുള്ളവരാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയാം. ഇതിന്റെ ഇടക്ക് നിൽക്കുന്ന ആളാണ് ഗ്രേ ഹാറ്റ് ഹാക്കർ. പെർമിഷൻ ഇല്ലാണ്ട് ഹാക്ക് ചെയ്തു. ഓക്കെ, പെർമിഷൻ ഇല്ലാണ്ട് ഹാക്ക് ചെയ്താൽ നമ്മൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇയാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഹാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഇൻഫർമേഷൻസ് എനിക്ക് ഷെയർ ചെയ്തു. പെർമിഷൻ ഇല്ലാണ്ട് എൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെ ഹാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഹാക്ക് ചെയ്തിട്ട് അയാൾക്ക് കിട്ടിയ റിപ്പോർട്ട് അയാൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ ആൾ കിട്ടിയ റെസ്പോൺസ് അല്ലെങ്കിൽ റിപ്പോർട്ട് അയാൾ എന്ത് ചെയ്യുന്നു, അത് എനിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്തു, ഗൂഗിളിനെ ഹാക്ക് ചെയ്തു. ഗൂഗിൾ എനിക്ക് പെർമിഷൻ ഒന്നും തന്നിട്ടില്ല അവരെ ഹാക്ക് ചെയ്യാൻ. ഞാൻ അവരെ ഹാക്ക് ചെയ്തു. അവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു, അവരുടെ വൾണറബിലിറ്റീസ് ഒക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് അത് ഞാൻ അവർക്ക് തന്നെ റിപ്പോർട്ട് ചെയ്താൽ, അവർക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രേ ഹാറ്റ് ഹാക്കറായി. പെർമിഷൻ ഇല്ലാണ്ട് ഹാക്ക് ചെയ്തു, ഞാൻ ആ റിപ്പോർട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്താൽ ഞാൻ ഗ്രേ ഹാറ്റ് ഹാക്കറായി. ഓക്കെ, ഞാനത് അവർക്ക് റിപ്പോർട്ട് ചെയ്തു, പക്ഷെ അവരത് വലിയ വില കൊടുത്തില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ട് അവരതെന്നെ എന്ത് ചെയ്യുക, ഒന്ന് അനുമോദിക്കുക പോലും ചെയ്തില്ല, അല്ലെങ്കിൽ അത് ഒരു കണ്ടില്ല എന്നടിച്ചു. അപ്പൊ ഞാൻ എന്തായിട്ട് മാറും, ആ കിട്ടിയ ഡാറ്റ ഞാൻ ഡാർക്ക് വെബിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അവരുടെ അഡ്വേഴ്സറി ആയിട്ടുള്ള അവരുടെ ഓപ്പോസിറ്റ് കമ്പനിയിലൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റു. ഓക്കെ, അപ്പൊ ഞാൻ ആരായിട്ട് മാറും, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആയിട്ട് മാറും. ഒരു ഗ്രേ ഹാറ്റ് ഹാക്കർ ഏത് നിമിഷവും എന്തായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കമ്പനി എന്ത് ചെയ്യും, അവരെ മെയിൻലി അവരെന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. അവരെന്തെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സോൾവ് ചെയ്ത് അവരെ എന്താ പറയുക, മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഏത് നിമിഷവും ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഒന്നുകൂടി ചുരുക്കി പറയാം. ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെർമിഷൻ ഇല്ലാണ്ട് ഹാക്ക് ചെയ്യാം. എന്നിട്ട് അവർ കൺസേൺ അതോറിറ്റിയിലൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. അവർ ഹാക്ക് ചെയ്ത ഡാറ്റയും കൊണ്ട് അവർ പോകും, കഴിഞ്ഞു. പെർമിഷൻ ഇല്ലാണ്ട് ഹാക്ക് ചെയ്യാം, അതോടുകൂടി അവരുടെ ടാസ്ക് കഴിഞ്ഞു, അവരുടെ ലോഗൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് അവർ പോകും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്താണ്, പെർമിഷനോട് കൂടി ഹാക്ക് ചെയ്യുന്നു. കൺസേൺഡ് അതോറിറ്റിയിൽ അവരത് എന്തുകൂടി ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ആ കിട്ടിയ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആരെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. ആരാണോ അവരെ കൺസേൺഡ് അതോറിറ്റി തന്നെ ആ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയാം. അവർ ആർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, കൺസേൺഡ് അതോറിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയാം. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് കൺസേൺഡ് അതോറിറ്റിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നില്ല, പെർമിഷൻ ഇല്ല. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് പെർമിഷൻ ഇല്ലാണ്ട് ഹാക്ക് ചെയ്യുന്നു, പക്ഷേ ഹാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ആരായിട്ട് മാറുന്നു, ഗുഡ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ അവർ കൺസേൺഡ് അതോറിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ്. ഇനി വരുന്നത് സ്ക്രിപ്റ്റ് കിഡി. സ്ക്രിപ്റ്റ് കിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ടൂളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ഓക്കെ, നിങ്ങൾ ആ ടൂളും വെച്ചിട്ട് അപ്പം തന്നെ ഹാക്കിങ്ങിന് ഇറങ്ങി. നിങ്ങൾ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് നോക്കുന്നില്ല. ആ ടൂൾ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ആ ടൂൾ റൺ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളത് ട്രെയിനർ പറഞ്ഞു തന്നു അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ പറഞ്ഞു തന്നു, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു. ഓക്കെ, അതിന്റെ കോൺസിക്വൻസിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾ അറിയുന്നില്ല. അങ്ങനെയുള്ള ഹാക്കേഴ്സിനെയാണ് സ്ക്രിപ്റ്റ് കിഡി എന്ന് പറയുന്നത്. അവർക്ക് വലിയ കോൺസെപ്റ്റോ കാര്യങ്ങളൊന്നും അറിയില്ല. ചെറിയ ചെറിയ ടൂളുകളൊക്കെ റൺ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കേഴ്സ്. സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെയൊക്കെ ഇൻഫർമേഷൻസ് സൈബർ സെല്ലാവട്ടെ ഗവൺമെന്റ് ഏജൻസീസ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ നമ്മളെ ഹാക്ക് ചെയ്യാൻ? ഇല്ല. പക്ഷെ നമ്മളെ ഭരിക്കുന്ന ഗവൺമെന്റ് അവരെ പെർമിഷൻ കൊടുത്തു, അവർക്ക് പെർമിഷൻ കൊടുത്തു, പോലീസിന് പെർമിഷൻ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് എല്ലാവരുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഹാക്കേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കേഴ്സ് എന്ന് പറയാം. ദെൻ ഹാക്ടിവിസ്റ്റ്. ഹാക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു നയം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ വിക്കിലീക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരുപാട് രാജ്യതലവന്മാരെ പോലും പുറത്താക്കിയിട്ടുള്ള രേഖകൾ, രഹസ്യരേഖകൾ കണ്ടുപിടിച്ച് അത് പബ്ലിക്കിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് വിക്കിലീക്സ്. അപ്പൊ അങ്ങനെയുള്ള ടീമിനെയൊക്കെയാണ് നമ്മൾ ഹാക്ടിവിസ്റ്റ് എന്ന് പറയുക. അവരുടെ നയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമേരിക്കൻ ഇലക്ഷൻസിലൊക്കെ ഇങ്ങനെയുള്ള ഹാക്ടിവിസ്റ്റുകളാണ് ഓപ്പോസിറ്റിംഗ് ടീമിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടേതായ നയങ്ങൾ മാത്രം ഇന്റർനെറ്റ് വഴി സ്പ്രെഡ് ചെയ്യുന്നു, കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഹാക്കിംഗ് മെത്തേഡ്സ് അവർ യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹാക്ടിവിസ്റ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞ വിക്കിലീക്സ് എന്ന് പറയുന്നത്. ഇനി ഇനി ഒരു കമ്പനിയെ സംബന്ധിച്ചോളം, ഇതൊക്കെ നമ്മളൊരു പേഴ്സന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഈ ഒരു ചോദ്യം വരുവാണ്, അവരുടെ ഡാറ്റാസ് ഒക്കെ സേഫ് ആണോ? അല്ലെങ്കിൽ ഈ ഡാറ്റയൊക്കെ മറ്റൊരാൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഒരു കമ്പനിക്ക് തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയുന്ന ഒരു സർവീസ് കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ തുണി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ക്ലോത്ത്സ് ഒക്കെ വിൽക്കുന്ന കമ്പനി, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന കമ്പനി, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഇന്നുണ്ട്. അവർക്ക് ആർക്കും ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി അറിയില്ല, സൈബർ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ല. അവർ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. എന്നിട്ട് അവർക്കൊരു സംശയം, അവരുടെ അപ്ലിക്കേഷൻസ് ഒക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന്. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു ഹാക്കറിനെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അയാളെ ജോലിക്ക് എടുക്കും. എന്നിട്ട് ജോലിക്ക് എടുത്തതിന് ശേഷം അയാളോട് പറയും, ഹാക്ക് ചെയ്യാൻ പറയും. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമ്മളൊരു കമ്പനിയിൽ ഇപ്പൊ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ, ഇപ്പൊ നാട്ടുമ്പുറത്ത് തന്നെ വിചാരിച്ചോ, പെട്ടെന്ന് നമ്മളോട് പറയാണ്, ഞാൻ എൻ്റെ കമ്പനിയിൽ ഹാക്കറിനെ വെച്ചിട്ട് ഞാൻ കമ്പനിയിൽ ഇങ്ങനെ ആളുകളോട് പറയാണ്, എൻ്റെ കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ, ഒരിക്കലും പേടിക്കണ്ട, എൻ്റെ കമ്പനിയിൽ ഞാൻ ഹാക്കറെ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുന്ന ആൾ എന്തായിരിക്കും വിചാരിക്കുക, ഓ അവൻ്റെ കമ്പനിയിൽ ഹാക്കർ ഉണ്ട്, എന്നാൽ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യണ്ട, കാരണം അവൻ്റെ കമ്പനിയിൽ ഹാക്കർ ഉണ്ട്. ഓക്കെ, അപ്പൊ കമ്പനിയിൽ നമ്മൾ ഹാക്കിംഗ് നടത്തണം. അപ്പൊ അതിനൊരു എംപ്ലോയിയെ നമ്മൾ എടുക്കും. കമ്പനിയിൽ എന്ത് ചെയ്യും? ഹാക്കിംഗ് ഒക്കെ നടത്താൻ വേണ്ടി. കാരണം കമ്പനിയിൽ ആവശ്യമുണ്ട്. കാരണം കമ്പനിയിൽ ഡാറ്റ സേഫ് ആണോ അല്ലയോ, കമ്പനി ഹാക്ക് ചെയ്യാൻ പറ്റുമോ, ഓർഗനൈസേഷൻ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ ഓർഗനൈസേഷൻ ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെയും സിസ്റ്റത്തിനെയും അവരുടെ സൈബർ പ്ലാറ്റ്ഫോമിലേക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ ഹാക്കേഴ്സിന് വേണമല്ലോ. അങ്ങനെയുള്ള ഹാക്കേഴ്സിനെയാണ് നമ്മൾ പെനട്രേഷൻ ടെസ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അവിടെ നമ്മൾ കുറച്ച് ടേം മാറ്റി. സത്യത്തിൽ ഇവരും തന്നെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. ഓക്കെ, പക്ഷെ അവർ നമ്മൾ കമ്പനിയിൽ അവർ വിളിക്കുന്ന പേരാണ് പെനട്രേഷൻ ടെസ്റ്റേഴ്സ്. അവർ ചെയ്യുന്ന പണി എന്താണ്? അതും ഹാക്കിംഗ് എന്നുള്ള ടേം മാറ്റി പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്നാക്കി. ഓക്കെ, ചെയ്യുന്ന പണി എന്താണ്? കമ്പനിയുടെ പെർമിഷനോട് കൂടി ഹാക്ക് ചെയ്യാം. എന്നിട്ട് ഹാക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൺസേൺഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരാണോ അവരെ ഹാക്കിംഗ് ഏൽപ്പിച്ചത് അവരുടെ തന്നെ റിപ്പോർട്ട് ചെയ്യാം. അതിന് റെമഡിയേഷൻസും, ഈ വൾണറബിലിറ്റി ഒക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള റെമഡിയേഷൻ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ആരെന്ത് ചെയ്യാം? കൺസേൺഡ് അതോറിറ്റികൾ റിപ്പോർട്ട് കൊടുക്കുക. ഇതാണ് ഒരു പെനട്രേഷൻ ടെസ്റ്റേഴ്സിന്റെ പണി. ഓക്കെ, അപ്പം കമ്പനിയിൽ നമ്മൾ വെക്കുന്ന ഹാക്കേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് പെനട്രേഷൻ ടെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ അവർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണല്ലോ, സ്വാഭാവികമായിട്ടും അവർ എന്തുകൂടി ബാധകമാണ്, കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടി അവർ പാലിച്ചിരിക്കണം. ഓക്കെ, അപ്പം എന്താണ്, കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. പിന്നെന്താണ്, കമ്പനിയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഹാക്ക് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഹാക്ക് ചെയ്യാനൊന്നും പറ്റില്ല, കമ്പനി അവരെ ഏൽപ്പിക്കും ഹാക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കമ്പനിയുടെ പെർമിഷനോട് കൂടി അവർ ഹാക്ക് ചെയ്യും. എന്നിട്ട് കമ്പനിയുടെ സിസ്റ്റത്തിനൊക്കെ അവർ ചെക്ക് ചെയ്യും. എന്നിട്ട് അവിടെ എന്തെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് കമ്പനിയോട് തന്നെ കമ്പനിക്ക് പറഞ്ഞു കൊടുക്കും. എന്ന് പറഞ്ഞാൽ കൺസേൺ അതോറിറ്റിയിൽ പറഞ്ഞു കൊടുക്കും. ഉദാഹരണത്തിന് ആമസോണിന്റെ ഒരു പെൻ ടെസ്റ്റർ ആണ് ഞാനെങ്കിൽ എന്റെ ഇഷ്ടത്തിന് അവിടെ ഹാക്ക് ചെയ്യാൻ എന്താ പെൻ ടെസ്റ്റ് നടത്തി അവിടുത്തെ വീക്ക് പോയിന്റ് എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ ജോലിക്ക് കയറി ഒപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇത് കാണിക്കണം. ഞാൻ കാരണം പുതിയ എംപ്ലോയി ഞാൻ ജോയിൻ ചെയ്തതല്ലേ. അപ്പം ആമസോണിന്റെ ഒരു വൾനറബിലിറ്റി ഞാൻ ആദ്യം കണ്ടുപിടിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു നിമിഷം തന്നെ ഞാൻ പെൻട്രേഷൻ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് കാണിച്ചു കൊടുത്തു. ഓക്കെ, ചിലപ്പോൾ എന്നെ പറഞ്ഞു വിടും, കാരണം അവർ പെർമിഷൻ തന്നില്ല, അവർ പറഞ്ഞിട്ടില്ല, ചെയ്യാനൊന്നും പറഞ്ഞില്ല, അവർ ചെയ്യാൻ പറയുമ്പോൾ ചെയ്യണം. ഓക്കെ, അപ്പൊ കമ്പനി പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു എന്നോട്. ഞാൻ എന്ത് ചെയ്യാം, ആമസോണിന്റെ ആ ഒരു വെബ്സൈറ്റിനെ പെൻ ടെസ്റ്റിംഗ് നടത്തുന്നു. ഹാക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കമ്പനി പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ഹാക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ഹാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് വൾനറബിലിറ്റീസുകൾ കാണാൻ പറ്റിയിട്ടുണ്ടാവും. ആ വൾനറബിലിറ്റീസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. കാരണം വൾനറബിലിറ്റിന്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്ത് എനിക്ക് ആ സിസ്റ്റത്തിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും ഒരു ഡാറ്റ, ഏതെങ്കിലും കസ്റ്റമേഴ്സിന്റെ ഡാറ്റ പുറത്തേക്ക് ലീക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടാകും. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. വൾനറബിലിറ്റി അവിടെ ഉണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് കൺസേൺഡ് അതോറിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അതിന് എന്ത് വേണം, കമ്പനിയുടെ ഒരു പെർമിഷൻ വേണം, എങ്കിലേ അത് എന്താവുള്ളൂ, എത്തിക്കൽ ആവൂ. അല്ലെങ്കിൽ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് അത് ഈ ഒരു പെൻ ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ദെൻ ഇങ്ങനെ ഞാൻ പെൻ ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ എന്താണ് കമ്പനിക്കുള്ള ഗുണം, എന്താണ്, കമ്പനിക്ക് ഒരു ഹാക്കറിനെ വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരു ഹാക്കർ ഈ ഡാറ്റാസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ലീക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു പുറമേയുള്ള ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ഹാക്ക് ചെയ്യുന്നതിന് മുന്നേ ആ കമ്പനിയിലുള്ള ഹാക്കർ ഹാക്ക് ചെയ്തിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്താൽ, അവിടെയുള്ള വൾനറബിലിറ്റീസ് ഒക്കെ സോൾവ് ചെയ്തു, അവിടെയുള്ള മിസ്കോൺഫിഗറേഷൻസ് ഒക്കെ സോൾവ് ചെയ്തു, ഒക്കെ ഫിക്സ് ചെയ്തു, അല്ലെങ്കിൽ ആ വൾനറബിലിറ്റീസ് ഒക്കെ പാച്ച് ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇനി വൾനറബിലിറ്റീസ് കുറവാണ്, ഇല്ല, വൾനറബിലിറ്റീസ് ഇല്ല. അപ്പോൾ ഹാക്കർ പിന്നെ അവിടെ വന്നാലും ഹാക്കറിനെ ഇനി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഹാക്കറിനെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ ആര് ഹാക്ക് ചെയ്ത് തീർത്തു, പെനട്രേഷൻ ടെസ്റ്റർ എന്ന് തന്നെ ഹാക്ക് ചെയ്തിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വെച്ചു. അപ്പൊ അങ്ങനെ എന്തായി, കമ്പനി സെക്യൂരിറ്റി കൂടി, കമ്പനിന്റെ ട്രസ്റ്റ് കൂടി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് ഒരു ദിവസം ഗൂഗിൾ ഹാക്ക്ഡ് ആയി, അല്ലെങ്കിൽ വാട്സപ്പ് ഹാക്ക്ഡ് ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പാനിക് ആവും. നമ്മളൊക്കെ മറ്റു പ്ലാറ്റ്ഫോമുകൾ അന്വേഷിച്ച് പോകും, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒഴിവാകും. മുമ്പ് കാലങ്ങളിൽ യാഹു ഒക്കെ ആയിരുന്നു ഫേമസ്. എന്നാൽ പിന്നീട് ആലോചിച്ച് നോക്കേ, ഗൂഗിൾ അങ്ങോട്ട് കയറി ഇപ്പൊ യാഹു ഒന്നും ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ആ ഒരു ലെവലിലേക്ക് എത്തി. അതേപോലെ നാളെ ഗൂഗിളിലെ ഡാറ്റ, ഗൂഗിൾ നമ്മുടെ ഡാറ്റാസ് ഓൾറെഡി എടുക്കുന്നുണ്ട്, അവർ നമ്മളിവിടെ പറയാതെ എടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മൾ പറയാണ് ഗൂഗിൾ നമ്മുടെ എല്ലാ ഇൻഫർമേഷനും, നമ്മളിപ്പോൾ എല്ലാം ഗൂഗിളുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മളുടെ ഫോണിലെ എല്ലാ സർവീസുകളും ഗൂഗിളുമായിട്ട് കണക്റ്റഡ് ആണ്. അത് ഹാക്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഗൂഗിൾ പ്ലാറ്റ്ഫോംസ് ഒക്കെ റിമൂവ് ചെയ്ത് കളയും, ഗൂഗിളിനോടുള്ള ട്രസ്റ്റ് പോകും. ഓക്കെ, ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റ് ആണെന്ന് പറയുന്നത് ട്രസ്റ്റ്. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനി അങ്ങോട്ട് ഡൗൺ ആവും. ആ സമയത്ത് വേറൊരു കമ്പനി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ആ കമ്പനിക്ക് ചാടും. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്, ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് എന്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റി, ഒരു പെനട്രേഷൻ ടെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ഹാക്കേഴ്സ് അവരുടെ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്യുന്നതിന് മുന്നേ പെനട്രേഷൻ ടെസ്റ്റർ എന്ത് ചെയ്യും, ഈ പ്രശ്നം നേരത്തെ കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്ത് വെക്കും. അപ്പൊ ഒരു ഹാക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുവഴി കയറാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഹാക്കേഴ്സ് വീണ്ടും ഈ പണി ചെയ്തുകൊണ്ടിരിക്കും, അവർ വേറെ മെത്തേഡുകൾ എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെ കമ്പനിയിലെ പെൻ ടെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ആ പണി അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ഒരു തവണ പെൻ ടെസ്റ്റിംഗ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, ഇനി അവർ പറഞ്ഞു വിടില്ല, വീണ്ടും അടുത്ത മാസം അവർ ഈ പണി തന്നെ റിപ്പീറ്റ്, ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങും, ഈ പണി അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് അവരുടെ പണി, ഈ പെനട്രേഷൻ ടെസ്റ്റേഴ്സിന്റെ പണി. നമ്മൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നവർക്ക് ഇതൊരു ജോബ് സാധ്യതയാണ്, പെനട്രേഷൻ ടെസ്റ്റിംഗ്. വെബ് പ്ലാറ്റ്ഫോമിനെയാണ് ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പറയും വെബ് പെനട്രേഷൻ ടെസ്റ്റിംഗ്. ഓക്കെ, വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് എന്ന് നമ്മൾ ചുരുക്കി പറയും. പെനട്രേഷൻ ടെസ്റ്റിംഗ് നമ്മൾ ചുരുക്കി പെൻ ടെസ്റ്റിംഗ് എന്നും പറയും. ദെൻ നെറ്റ്വർക്കിലാണെന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്കിനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെ നമുക്ക് നെറ്റ്വർക്ക് പെൻ ടെസ്റ്റിംഗ് എന്ന് പറയും. ക്ലൗഡിനെയാണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് പെൻ ടെസ്റ്റിംഗ് എന്ന് പറയും. മൊബൈൽ അപ്ലിക്കേഷൻസിനെ ആണെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മൊബൈൽ അപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, പ്ലാറ്റ്ഫോമിനനുസരിച്ച് നമ്മൾ ഇത് ടേം മാറ്റും. അപ്പം വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റർ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, വെബ്സൈറ്റിലെ വീക്ക് പോയിന്റുകൾ ഉണ്ടോ,
എന്നുള്ളത് ഒരു ഹാക്കർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ കണ്ടുപിടിക്കുക. പെൻ ടെസ്റ്റേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് കൺസേൺ അതോറിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാം. അപ്പൊ ഹാക്കർ വന്നാലും വെബ്സൈറ്റിൽ ഇനി ആ വൾനറബിലിറ്റി കാണൂല. ഓക്കെ, ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് തന്നെ, മൊബൈൽ ആപ്ലിക്കേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, പെൻ ടെസ്റ്റ് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പബ്ജി പോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഉണ്ട്. ആ ആപ്ലിക്കേഷൻസുകളൊക്കെ പെൻ ടെസ്റ്റ് നടത്തിയിട്ട് അവിടുത്തെ വീക്ക് പോയിന്റുകളെ നേരത്തെ കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പെനട്രേഷൻ ടെസ്റ്ററിന്റെ വർക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരുപാട് ജോബ് സാധ്യതയാണ്. വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റർ ഒരു ജോബ് സാധ്യതയാണ്, മൊബൈൽ ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റർ അതൊരു വേറൊരു ജോബ് സാധ്യതയാണ്. ഇതൊക്കെ ചെയ്യുന്നത് ഓരോ വ്യത്യസ്തമായ രീതിയിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന പോലെയല്ല വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്, അതുപോലെയല്ല ക്ലൗഡ് പെൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഒക്കെ ഡിഫറെന്റ് രീതികളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൻ ടെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. പെർമിഷനോട് കൂടി ഹാക്ക് ചെയ്യാം, കൺസേൺ അതോറിറ്റിയിൽ ആ കാര്യം റിപ്പോർട്ട് ചെയ്യാം. ഇനി ഒരു പെനട്രേഷൻ ടെസ്റ്റർ പെൻ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ നേരത്തെ ഹാക്കിംഗ് ഫേസസ് പഠിച്ച പോലെ. പെനട്രേഷൻ ടെസ്റ്റർ പെൻ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫേസസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഫസ്റ്റ് വൺ പ്ലാനിങ്, ഡിസ്കവറി, റെക്കഗ്നൈസൻസ്, വൾനറബിലിറ്റി അനാലിസിസ്, എക്സ്പ്ലോയിറ്റേഷൻ, റിപ്പോർട്ടിംഗ്. ഓക്കെ, അതിൽ കുറെ ടേമുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ ഇവിടെ കാണാത്ത, ഇവിടെ മാത്രമുള്ള കുറച്ച് ടേമുകളായിരുന്നു പ്ലാനിങ്ങും ഡിസ്കവറിയും ഫൈനലി ഒരു റിപ്പോർട്ടിങ്ങും. ഓക്കെ, പ്ലാനിങ് സെക്ഷനിൽ ഇവിടെ എന്താണ് അധികം വരുന്നത്, അതാണ് നോക്കാനുള്ളത്. പ്ലാനിങ് ആലോചിക്കുക, പെനട്രേഷൻ ടെസ്റ്റർ ഒരു കമ്പനിന്റെ എംപ്ലോയി ആണ്. അവൻ അവന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. അവൻ അതെന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അവൻ പ്രസന്റ് ചെയ്യണം കമ്പനിക്ക് മുന്നിൽ. കാരണം കമ്പനിക്കാർക്ക് സൈബർ സെക്യൂരിറ്റി എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല, ഇത് എന്താണ് പെൻ ടെസ്റ്റിംഗ് ടേമുകളൊന്നും അവർക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫ്ലിപ്കാർട്ടിന്റെ പെൻ ടെസ്റ്റർ ആണ്. ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു ദിവസം പെൻ ടെസ്റ്റിംഗ് ആണ് തുടങ്ങി. ഈ ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ വരാറുണ്ടല്ലോ, ഈ ബിഗ് മില്യൺ സെയിൽസ് ഓഫർ, അങ്ങനെയുള്ള ഓഫറുകളൊക്കെ വരാറുണ്ട്. ഈ ഓഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, എല്ലാ ലോ ക്ലാസ്സുകാരും കയറിയിട്ട് ഒന്നില്ലെങ്കിൽ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. മിക്കവാറും ആൾക്കാർ വെറുതെ കയറിയിട്ട് കാർട്ടിൽ ഫില്ല് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറച്ചുകൂടി എന്താണ്, ട്രാഫിക് ഹെവി ആയിരിക്കും. എല്ലാവരും കയറി അവിടെ കുറച്ച് ഓൾറെഡി ഒരു ഹാങ് ഉണ്ടാകും, ചെറിയൊരു ഇത് റിസ്ക് അവിടെ ഉണ്ടാകും. ആ സമയത്ത് ഞാനൊരു ഹാക്കിംഗ് കൂടി നടത്തി കഴിഞ്ഞാൽ, ഞാൻ അവിടുത്തെ പെൻ ടെസ്റ്റർ ആണ്, പെർമിഷൻ ഉള്ള ആളാണ്, പക്ഷെ ഞാൻ ആ സമയത്ത് ഹാക്കിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. എന്താണ്, അവിടെ ഓൾറെഡി അവിടെ ഹാങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ ഹാക്കിംഗ് കൂടി ആകുമ്പോൾ അവിടെ കംപ്ലീറ്റ് ഹാങ് ഉണ്ടാവും. എന്താ പറയാ, ഹാങ് ആയിട്ട് അവിടെ എന്ത് സംഭവിക്കും, ആ സിസ്റ്റം നമുക്കറിയാലോ, ഈ ആമസോണിന്റെ ഒക്കെ സൈറ്റ് ഒരു നിമിഷം ഒന്ന് ഓഫ് ആയാൽ പോലും അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ആയാൽ പോലും അവർക്ക് വരുന്ന നഷ്ടം വലിയ സംഖ്യയാണ്. അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടൊക്കെ ആ ഒരു സമയത്ത് ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബിസിനസ് നഷ്ടമാവും. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എപ്പോൾ നടത്തണം, ഏത് സമയത്ത് നടത്തണം എന്നുള്ള കാര്യമൊക്കെ പ്ലാൻ ചെയ്യണം. ഇങ്ങനെ വല്ല ബിസിനസ് പ്ലാനുകൾ വരുന്നുണ്ടോ, അതൊരു ടെക്കിയായി എനിക്കറിയില്ല. ഞാൻ ആ കമ്പനി ഫ്ലിപ്കാർട്ടിന്റെ പെനട്രേഷൻ ടെസ്റ്ററായി എനിക്കറിയില്ല എപ്പോഴാണ് ഫ്ലിപ്കാർട്ട് ഇതുപോലത്തെ ഓഫറുകൾ കൊടുക്കുന്നത് എന്നുള്ളത്. അത് അവിടുത്തെ ബിസിനസിന്റെ MBA പഠിച്ച ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാകും, അവിടുത്തെ മാനേജർമാരും അവിടുത്തെ വേറെ കുറെ ആൾക്കാർ അവിടെ ഉണ്ടാവും. അവരാണ് തീരുമാനിക്കുക ഇത് എപ്പോഴാണ് ഓഫർ കൊടുക്കേണ്ടത്, എപ്പോഴാണ് ഇങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അവരൊക്കെ ഡിസ്കഷനിൽ ഉണ്ടാവും. അപ്പൊ ഇതെപ്പോൾ നടത്തണം. ഇനി ചില സ്ഥലങ്ങൾ ഫ്ലിപ്കാർട്ടിന്റെ ഒരുപാട് വെബ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ നടത്തണം. ഇനിയിപ്പോൾ അവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ നടത്തണോ, വെബ്സൈറ്റ് മാത്രം നടത്തിയാൽ മതിയോ, ഒക്കെ നമ്മുടെ സ്കോപ്പ് എന്താണ്. ഓക്കെ, വെബ്സൈറ്റ് മാത്രം നടത്തിയാൽ മതിയോ അതോ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി നടത്തണോ, മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രം നടത്തിയാൽ മതി, അല്ലെങ്കിൽ വെബ്സൈറ്റ് മാത്രം നടത്തിയാൽ മതി, അല്ലെങ്കിൽ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും രണ്ടും ഒരുമിച്ച് നടത്തണം. ഓക്കെ, എന്താണ് നടത്തേണ്ടത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് എന്താണ് തീരുമാനമാവണം. പിന്നെ ഏതൊക്കെ തരം അറ്റാക്കുകൾ നടത്തരുത്. ചില അറ്റാക്കുകൾ നടത്തിയോണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഉദാഹരണത്തിന് ഡോസ് അറ്റാക്ക് നമ്മളത് പഠിക്കുന്നുണ്ട്. ഡോസ് അറ്റാക്ക് പോലെയുള്ള അറ്റാക്കുകൾ നമ്മൾ നടത്തുന്നതിനാണ്, അവിടെയുള്ള സർവീസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സർവീസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഡോസ് അറ്റാക്കുകൾ നടത്തുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള അറ്റാക്കുകളൊന്നും ഇവിടെ ആവശ്യമില്ല. കാരണം ഡോസ് അറ്റാക്ക് നടത്തിയിട്ട് അവിടെയുള്ള സർവീസിനെ ബ്ലോക്ക് ചെയ്യുന്ന അറ്റാക്കുകൾ നടത്തിയിട്ട് അവരുടെ ആമസോണിന്റെ സൈറ്റ് ബ്ലോക്ക് ആക്കി വെക്കാം. നമ്മളൊരു പെനട്രേഷൻ ടെസ്റ്റർ ആണ്, പെനട്രേഷൻ ടെസ്റ്റർ ഒരിക്കലും സ്വന്തം കമ്പനിന്റെ സൈറ്റ് ബ്ലോക്ക് ആക്കി വെക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള അറ്റാക്കുകളൊന്നും നടത്തരുത്. അപ്പൊ ചില അറ്റാക്കുകൾ നടത്തരുത് എന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് പറയും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ദെൻ ആ പ്ലാനിങ്ങിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവർ പറഞ്ഞല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പ്ലാൻ നമ്മൾ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അതുപോലെ റൂൾസ് ഓഫ് എൻഗേജ്മെന്റ് എന്തൊക്കെ ചെയ്യണം എന്ന് കമ്പനി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഒക്കെ പാടെ കൂടിയിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റ് എഴുതും.
റൂൾസ് ഓഫ് എൻഗേജ്മെന്റ്. എന്തൊക്കെ ചെയ്യണം എന്ന് കമ്പനി പറഞ്ഞു തന്നിട്ടുണ്ടാവും, എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അതൊക്കെ പാടെ കൂടിയിട്ട് അവർ കുറച്ച് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. അതിനെയാണ് നമ്മൾ ഫൈനലി ഡിസ്കവറി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ്ങിൽ അവർ പ്ലാൻ ചെയ്യും, എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യും, ഏതിനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് തീരുമാനമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി അവർക്ക് അടുത്ത ടാസ്ക് നടത്തേണ്ടത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിസ്കവറി, ആ ഫൈനൽ കാര്യങ്ങൾ. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് പ്രൊജക്റ്റ് ഉണ്ടാവും. അപ്പോൾ പ്രൊജക്റ്റിന്റെ മുന്നേ നിങ്ങൾ ഒരു അബ്സ്ട്രാക്ട് വെക്കുന്നുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് പ്രൊജക്റ്റ് തീരുമാനിച്ച ഉടനെ തന്നെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു അബ്സ്ട്രാക്ട് വെക്കും. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ HODയും തമ്മിൽ അല്ലെങ്കിൽ പ്രൊജക്ട് കോർഡിനേറ്ററും തമ്മിൽ ഒരു എഗ്രിമെന്റ്, ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് നിങ്ങൾ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും. എന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ള കാര്യമൊക്കെ ആദ്യം പ്ലാൻ ചെയ്യും, എന്നിട്ട് ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഡിസ്കവറി, ഫൈനൽ ഡിസ്കവറി വെക്കും. ഈ സെക്ഷനിൽ തീരുമാനമാകും. എന്നിട്ട് അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട് കൈമാറും. ഓക്കെ, അപ്പം ഒരു പെനട്രേഷൻ ടെസ്റ്റർ ഫസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഈ ഡിസ്കവറി സെക്ഷനിലാണ്. ലാസ്റ്റ് റിപ്പോർട്ടിങ്ങിൽ ഒന്ന് ഫൈനൽ കംപ്ലീറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊജക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് ഉണ്ട്, അപ്പൊ തുടക്കത്തിൽ ഒരു അബ്സ്ട്രാക്റ്റും വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. ദെൻ അപ്പൊ പ്ലാനിങ് ആൻഡ് ഡിസ്കവറി ഈ ഒരു ഫേസിന് നമ്മൾ വരും ഫേസുകളിലൊക്കെ ഒറ്റ വാക്കിൽ പ്രീ എൻഗേജ്മെന്റ് എന്നാണ് പറയാം. ഓക്കെ, പ്രീ എൻഗേജ്മെന്റ്, പ്ലാനിങ് ആൻഡ് ഡിസ്കവറി ഒറ്റ വാക്കിൽ നമ്മൾ പ്രീ എൻഗേജ്മെന്റ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ തീരുമാനമായി. ഇനിയുള്ളതൊക്കെ ഒരു ഹാക്കർ ചെയ്യുന്ന പണി തന്നെ അവനും ചെയ്യാം. റെക്കഗ്നൈസൻസ്, ഇൻഫർമേഷൻ ഗ്യാതറിംഗ്, വൾണറബിലിറ്റി അനാലിസിസ്. നേരത്തെ നമ്മൾ സ്കാനിങ് ആയിരുന്നു വേണ്ടത്, അതുകൂടെ മാറ്റി ഇവിടെ വൾണറബിലിറ്റി അനാലിസിസ്. രണ്ടും തന്നെ. വൾണറബിലിറ്റി അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് നടത്തണം? സ്കാനിങ് വേണം. സ്കാനിങ്ങിന് ശേഷം വൾണറബിലിറ്റി അനാലിസിസ്. വൾണറബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൾണറബിലിറ്റീസിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഏത് വൾണറബിലിറ്റീസ് ആണ് കമ്പനിയെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് ഏതാണ് എന്ന് നോക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വൾണറബിലിറ്റി അനാലിസിസ് നോക്കുന്നതാണ് ഈ വൾണറബിലിറ്റി എത്രത്തോളം നമ്മുടെ കമ്പനിക്ക് റിസ്ക് ആക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ട് അവർ വൾണറബിലിറ്റി അനാലിസിസ് ചെയ്യും. അപ്പൊ അവിടെ പ്രയോറിറ്റൈസ് ആവും. ഒരുപാട് വലിയ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട വൾണറബിലിറ്റീസ് ഉണ്ടാകും, ആക്കം പോലെയൊക്കെ സോൾവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ ശ്രദ്ധ കൊടുത്താൽ മതി എന്നൊക്കെയുള്ള വൾണറബിലിറ്റീസുകൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, റിസ്ക് അനാലിസിസ് ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ വൾണറബിലിറ്റി അനാലിസിസ്, സ്കാൻ വീക്ക് പോയിന്റുകൾ കണ്ടുപിടിച്ചു, വൾണറബിലിറ്റി അനാലിസിസ് നടത്തി, ഇനി അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം, ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഓക്കെ, ഏതൊക്കെ വൾണറബിലിറ്റീസ് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ആരുടെയൊക്കെ ഡാറ്റാസ് ലീക്കായി പോയിട്ടുണ്ടാകും, ലീക്കായിട്ട് പോകുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ ഏതൊക്കെ ഡാറ്റാസുകൾ ലീക്കായിട്ട് പോകുന്നുണ്ട്, നമ്മുടെ സിസ്റ്റത്തിന്റെ കമ്പനിന്റെ ഏതൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ട് എന്നൊക്കെ അവർ നോക്കും. എന്നിട്ട് അവർ ഫൈനലി ഒരു റിപ്പോർട്ട് കൂടി ഉണ്ടാക്കും. എന്നിട്ട് അത് കൺസേൺഡ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, കൺസേൺഡ് അതോറിറ്റിക്ക് അവർ സബ്മിറ്റ് ചെയ്താൽ മാത്രം പോരാ, അവർ ഉത്തരവാദിത്വം തീരുന്നില്ല. എന്നിട്ട് ആ കൺസേൺഡ് അതോറിറ്റിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. കൺസേൺഡ് അതോറിറ്റി എന്ത് ചെയ്യും? ഡെവലപ്പിംഗ് ടീം. ഉദാഹരണത്തിന് ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ആരായിരിക്കും? വെബ് ഡെവലപ്പർ ആയിരിക്കും. ഓക്കെ, ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയ ആളായിരിക്കും. ഇനി ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രശ്നം നമ്മൾ കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഇഷ്യൂ സോൾവ് ചെയ്യുന്ന ആരായിരിക്കും? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും. അപ്പം ഈ കൺസേൺഡ് അതോറിറ്റി എന്ത് ചെയ്യും? അവർക്ക് ഈ റിപ്പോർട്ട് ഫോർവേഡ് ചെയ്തിട്ട് പറയും, നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഇന്ന ഇഷ്യൂ ഉണ്ട്, അത് പെട്ടെന്ന് ശരിയാക്കണം. അല്ലെങ്കിൽ വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് നോട്ടിഫിക്കേഷൻ പോകും, ഇന്ന വെബ് പേജിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള പെൻ ടെസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അത് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് റിപ്പോർട്ട് അയക്കും. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് അത് സോൾവ് ചെയ്തിട്ട് പെട്ടെന്ന് അത് സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്തോ, ആ പ്രശ്നം സോൾവ് ആയോ എന്നുള്ള കാര്യം നമ്മൾ വെരിഫൈ കൂടി ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ച് കൊടുത്തിട്ട് ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സോ അത് സോൾവ് ചെയ്തിട്ടില്ല, വീണ്ടും കമ്പനിയിൽ ആ ഒരു പ്രശ്നം കാരണം കമ്പനിയിൽ ഹാക്കിംഗ് നടന്നു കഴിഞ്ഞാലും നമ്മൾ തന്നെയായിരിക്കും പ്രശ്നക്കാരൻ. കാരണം എന്താണ്? നമ്മളാണ് കമ്പനിയെ സുരക്ഷിതമാക്കേണ്ട, കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട പെനട്രേഷൻ ടെസ്റ്റേഴ്സ് നമ്മളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വൾണറബിലിറ്റി എന്തുകൊണ്ട് നേരത്തെ കണ്ടുപിടിച്ചില്ല എന്ന് ആദ്യം ചോദ്യം വരെ നമ്മൾ അടുത്താണ്. അപ്പൊ നമുക്ക് പറയാം നമ്മളിങ്ങനെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവർ സോൾവ് ചെയ്യാത്ത കാര്യം പറയാം. പക്ഷെ ആദ്യം ചോദ്യം വരെ എവിടെയായിരിക്കും? പെനട്രേഷൻ ടെസ്റ്റേഴ്സിന്റെ അടുത്തായിരിക്കും. എന്തുകൊണ്ട് കമ്പനിന്റെ ഇന്ന കാര്യങ്ങൾ ഹാക്ഡ് ആയി എന്നുള്ള കാര്യം, അത് അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിലും. ഓക്കെ, അപ്പൊ പെനട്രേഷൻ ടെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? അവര് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ പണി കഴിഞ്ഞു എന്നും പറഞ്ഞിരിക്കരുത്. അവര് ഈ പ്രശ്നം സോൾവ് ചെയ്തു എന്നുള്ള ഒരു കാര്യം ബാക്കപ്പ് ചെയ്ത് നോക്കണം, എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കണം.
ഓക്കെ, അപ്പൊ ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. റിപ്പോർട്ടിംഗ് മാത്രമല്ല, നമ്മളത് വെരിഫൈ കൂടി ചെയ്ത് നോക്കണം. ദെൻ അടുത്ത അപ്പോഴേക്കും എന്തായി, നമ്മളുടെ ടാസ്ക് കഴിഞ്ഞു. പിന്നെ ആ പെൻടാഷൻ ടെസ്റ്റർ ആ കമ്പനി വിട്ടു പോവാണോ? അല്ല, അയാൾ പിന്നെയും ഈ ടാസ്ക് റിപ്പീറ്റ് ചെയ്യും. കാരണം ഒരു കമ്പനിന്റെ പെനട്രേഷൻ ടെസ്റ്റർ ഒരു പണി കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ഇത് വീണ്ടും വീണ്ടും സ്കാൻ ചെയ്യുക. കാരണം ടെക്നോളജി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹാക്കേഴ്സിന്റെ കയ്യിൽ പുതിയ പുതിയ ഐഡിയാസുകൾ ഹാക്കേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വൾണറബിലിറ്റീസുകൾ സ്റ്റിൽ ഡേ ടു ഡേ പുതിയ പുതിയ വൾണറബിലിറ്റീസുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ള വൾണറബിലിറ്റീസ് അല്ല നാളെ ഉണ്ടാവുന്നത്. നമ്മൾ ഇന്നത്തെ വൾണറബിലിറ്റീസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്തു, വൾണറബിലിറ്റി ഒക്കെ നമ്മൾ സോൾവ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവിടേക്ക് നോക്കാതിരുന്ന് കഴിഞ്ഞാൽ നാളെയും അവിടെ വൾണറബിലിറ്റീസുകൾ വരാൻ സാധ്യതയുണ്ട്. ത്രെഡ് എപ്പോഴും ഉണ്ട്, ഒരു കമ്പനിയിൽ എപ്പോഴും ത്രെഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ കമ്പനിയിൽ എന്താണ്, മാക്സിമം റിസ്കുകൾ നമുക്ക് ഇതുവഴി കുറക്കാൻ പറ്റും. അങ്ങനെ കമ്പനി എന്താവും, സെക്യൂർ ആവും. കമ്പനിയിൽ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുവഴി കമ്പനി വളരും. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കും, തിരിച്ചാലോചിച്ച് നോക്കും. സപ്പോസ് കമ്പനിയിൽ ഹാക്കേഴ്സ് 2-3 ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വലിയൊരു പ്രധാനപ്പെട്ട കമ്പനി ഇൻസ്റ്റാഗ്രാം ഹാക്ഡ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ അക്കൗണ്ട് ഡിലീറ്റ് അടിച്ചിട്ട് പോരും. അവിടെ ട്രസ്റ്റ്, പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തിരിഞ്ഞു നോക്കില്ല. ആ ഹാക്ഡ് ആയി കേട്ടാൽ മാത്രം പോരാ, ചിലപ്പോൾ ചില റിപ്പോർട്ട് വരും, ഇന്ന ആൾക്കാരുടെ ചാറ്റുകൾ ലീക്ക് ആയി എന്നൊക്കെ പറഞ്ഞു കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്കേ പോകത്തുണ്ടാവില്ല, വേറെ പ്ലാറ്റ്ഫോമുകൾ തേടി പോകും. ഓക്കെ, അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് വെക്കുന്നത്, പെൻ ടെസ്റ്റേഴ്സിനെ വെക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് പെൻ ടെസ്റ്റേഴ്സിന്റെ വർക്ക്. ഇനി നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാവും എത്തിക്കൽ ഹാക്കേഴ്സ്. ഓക്കെ, നിങ്ങൾ പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ഹാക്കറിനെ പരിചയപ്പെട്ടു, പെനട്രേഷൻ ടെസ്റ്ററെ പരിചയപ്പെട്ടു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാക്കേഴ്സിനെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാത്ത ഒരാളാണ്, ആരാണ് എത്തിക്കൽ ഹാക്കർ. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനിയിൽ ഈ പണി ചെയ്യുന്ന ആളെ നമുക്ക് പെനട്രേഷൻ ടെസ്റ്റർ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു കമ്പനിയിൽ ഈ പണി, ഏത് പണി, പെർമിഷനോട് കൂടി ഹാക്ക് ചെയ്യാം, വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്. വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് കമ്പനി കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. എന്താണ് അപ്പൊ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയരുത്, എന്താ കമ്പനി കൺട്രോളിൽ നിൽക്കുന്ന ആളാണ് പെനട്രേഷൻ ടെസ്റ്റർ, കമ്പനി കൺട്രോൾ അല്ലാത്ത ആളാണ് എത്തിക്കൽ ഹാക്കർ. അങ്ങനെയല്ല. ഒരു കമ്പനി കൺട്രോളിൽ നിൽക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കമ്പനിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബാധകമാണ്. ഓക്കെ, കമ്പനിയിൽ ഒരു പെനട്രേഷൻ ടെസ്റ്റർ ഒന്നും അല്ല ഉണ്ടാവുക, കമ്പനിയിൽ ഒരുപാട് പെനട്രേഷൻ ടെസ്റ്റേഴ്സ് ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഏരിയ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നീ വെബ് നോക്ക്, നീ മൊബൈൽ ആപ്ലിക്കേഷൻ നോക്ക്, നീ ക്ലൗഡ് നോക്ക്, ഇങ്ങനെ ഓരോരുത്തർക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. എല്ലാം ഒരാളല്ല ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിലെ ടാസ്ക് തന്നെ നമ്മളിപ്പം പെൻ ടെസ്റ്റിംഗ് ഫേസസ് പഠിച്ച സമയത്ത് ഒരുപാട് ഫേസിങ് പോയിന്റ്, പ്ലാനിങ്, ഡിസ്കവറി, അത് കഴിഞ്ഞിട്ട് റെക്കഗ്നൈസൻസ്, വൾണറബിലിറ്റി അനാലിസിസ്, എക്സ്പ്ലോയിറ്റേഷൻ, റിപ്പോർട്ടിങ്. ചിലപ്പോൾ ഇതൊക്കെ ഒരാളായിരിക്കില്ല ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. ഒക്കെ എന്താണ്, കമ്പനിക്ക് അനുസരിച്ചിട്ട് ഒക്കെ മാറും. ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ ഒരു ടീമായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ ഓരോ ടീമിന് ഓരോ സ്പെസിഫിക് ഡൊമൈൻ ഉണ്ടാവും, വെബ് മാത്രം, ക്ലൗഡ് മാത്രം, അങ്ങനെയൊക്കെ ഓരോ ഡൊമൈൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതാണ് പെനട്രേഷൻ ടെസ്റ്റേഴ്സ്. അപ്പൊ കമ്പനി കൺട്രോളിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് ബാധകമാണ്. അതേപോലെ തന്നെ കമ്പനിയിൽ അവർക്ക് ഒരു സ്പെസിഫിക് ഡൊമൈൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും, ഒരു സ്പെസിഫിക് സിസ്റ്റം, ഒന്നില്ലെങ്കിൽ ക്ലൗഡ് അല്ലെങ്കിൽ വെബ്. ഓക്കെ, പിന്നെ അവർക്ക് പെർമിഷൻ കൊടുത്തത് ആരാണ്, കമ്പനി പെർമിഷൻ കൊടുത്താൽ മതി. കാരണം അവർ ചെയ്യുന്നത് എവിടെയാണ്, കമ്പനിന്റെ വെബ്സൈറ്റിനെയാണ് അവർ ഹാക്ക് ചെയ്യുന്നത്. അപ്പൊ ആരുടെ പെർമിഷൻ മതി, കമ്പനിന്റെ പെർമിഷൻ മതി. ഓക്കെ, ഇനി അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇതൊക്കെ അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പ്ലാനിങ് ആൻഡ് ഡിസ്കവറി സെക്ഷനിൽ അവർ പറയുന്നുണ്ട് അവർ എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രോസസ്സ് അവർ ചെയ്യാൻ പോകുന്നത്. അവർ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അവർ ആദ്യം പ്രസന്റ് ചെയ്യും, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ കാര്യം ചെയ്യുന്നത്. അവർ നേരത്തെ അത് പറഞ്ഞു തന്നാലും കമ്പനിക്ക് അതൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനി എന്താണ് വല്ല ഇതേപോലെ ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതോ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വല്ല സോപ്പ് ഉണ്ടാക്കുന്നതോ വല്ല കമ്പനി ആയിരിക്കാം. അതൊക്കെ ഓൺലൈനിൽ വിൽക്കുന്ന കമ്പനി ആയിരിക്കും. അവർക്ക് ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി ടൈം, പെൻ ടെസ്റ്റിംഗ് ടൈം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. എങ്കിലും അവരുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് അവരുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പെനട്രേഷൻ ടെസ്റ്റേഴ്സ് അവരുടെ പണി ചെയ്യുന്നത്. പിന്നെ പെനട്രേഷൻ ടെസ്റ്ററിന്റെ വർക്ക് എന്താണ്, കമ്പനിന്റെ സൈബർ പ്ലാറ്റ്ഫോമുകൾ എത്രത്തോളം സെക്യൂർ ആണ് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പെനട്രേഷൻ ടെസ്റ്ററിന്റെ പണി. എന്നാൽ ഇതേ സ്കില്ലുള്ള ഒരു ഹാക്കർ, അയാൾ കമ്പനിന്റെ എംപ്ലോയി അല്ല, പക്ഷെ കമ്പനിക്ക് ഒരു ആവശ്യമുള്ള സമയത്ത് അയാളെ കമ്പനി എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്തിട്ട് പറയുന്നു ഞങ്ങളുടെ കമ്പനി ഒന്ന് ഹാക്ക് ചെയ്യണം. ഓക്കെ,
അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അവർ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധമല്ല, പുറത്തുള്ള ഒരാളെയാണ്. ഓക്കെ. നമ്മളുടെ ഈ അഞ്ചാം പാതിരയിൽ അവൻ ചെയ്യുന്ന ഹാക്കിംഗ് ഉണ്ടല്ലോ, അതെന്താണ്? എത്തിക്കൽ ഹാക്കിംഗ് ആണ്. അതെന്താണ്? അവനത് കമ്പനിക്ക് പുറത്തുള്ളതാണ്, പോലീസിലുള്ള ആളൊന്നും അല്ല. ഓക്കെ, പോലീസിലുള്ള ആളല്ല അവന്, പക്ഷെ അവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ടാസ്ക് ഗവൺമെന്റ് ചെയ്യുന്നു. അപ്പൊ അവന് കൊടുക്കുന്ന പെർമിഷൻ, അവന് പിന്നെ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻ, അവൻ കമ്പനീന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും വായിക്കണം, അവന് ലീഗൽ പെർമിഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ലീഗൽ പെർമിഷൻ കിട്ടുന്നതാണ് എത്തിക്കൽ ഹാക്കേഴ്സ്. അവർക്ക് എന്ത് പെർമിഷൻ കിട്ടുന്നത്? ലീഗൽ പെർമിഷൻ ആണ്. ഗവൺമെന്റ് ആണ് അവരോട് എന്ത് പറയുന്നത്? പെർമിഷൻ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പെർമിഷൻ കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഹാക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തത്. അപ്പൊ അവന് ലീഗൽ പെർമിഷൻ ആണ് കിട്ടുന്നത്. മറ്റേത് ഒരു കമ്പനി പെർമിഷൻ. ലീഗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനി ഗവൺമെന്റിന്റെ ലീഗലി പെർമിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അവന് ലീഗൽ പെർമിഷൻ കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവന് ഹാക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ പണി എന്താണ്? അവരെന്തോ ഒരു ടാസ്ക് അവനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അത് മാത്രം ചെയ്താൽ മതി. അവരങ്ങനെ സിസ്റ്റമാറ്റിക് പ്രോസസ്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അവന് ഒരു ഭാഗം മാത്രമാണോ? ഞാൻ വെബ് മാത്രമേ നോക്കുകയുള്ളൂ, നിങ്ങളുടെ ക്ലൗഡ് നോക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കൂ എന്നൊന്നും അവന് പറയാൻ പറ്റില്ല. അവനെല്ലാം അസസ്മെന്റ് ചെയ്യണം. അവനെ കമ്പനി ഗവൺമെന്റ് എന്തോ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാൻ അവൻ ഏതൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യണം, ഏതൊക്കെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം, അതൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു എത്തിക്കൽ ഹാക്കർ എല്ലാം അറിഞ്ഞിരിക്കണം. അവന്റെ നോളജ് വൈൽഡ് ആണ്. പെൻട്രേഷൻ ടെസ്റ്റർക്ക് എന്താണ്? വെബ് ആണെന്നുണ്ടെങ്കിൽ വെബ് മാത്രം, ആ ഒരു ഏരിയ മാത്രം നോക്കിയാൽ മതി. എന്നാൽ എത്തിക്കൽ ഹാക്കർ ആകുമ്പോൾ അവൻ എന്താണ്? വെബ് മാത്രമല്ല, അവന് ക്ലൗഡും അറിഞ്ഞിരിക്കണം, എല്ലാതും അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം അവൻ എന്താണ്? റിയൽ ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ഏരിയ മാത്രമല്ല, അവൻ മൊത്തം എന്ത് ചെയ്യണം? മൊത്തം ഇഷ്യൂസും കണ്ടുപിടിച്ചിട്ട് അതൊക്കെ സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവന്റെ തന്നെയാണ്. അപ്പൊ എന്താണ്? അവരുടെ കുറച്ചുകൂടി ഏരിയ കൂടും. അപ്പൊ എല്ലാ ഏരിയയും പറ്റിയും ആർക്ക് നോളജ് ഉണ്ടായിരിക്കണം? ഒരു എത്തിക്കൽ ഹാക്കേഴ്സിന് നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, ലീഗൽ പെർമിഷൻ ആണ് ആൾക്ക് കിട്ടുന്നത്. ആൾക്ക് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഒന്നും ഉണ്ടാവില്ല. അതില് ശ്രീനാഥ് ബാസി എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പോലെ റിപ്പോർട്ട് ഇടക്കിടക്ക് കൊടുക്കുന്നില്ല. എങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത്? ഡോക്യുമെന്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണോ റിപ്പോർട്ട് കൊടുക്കുന്നത്? അല്ല. ആള് റിപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? വാക്കാൽ പറയാണ്, വിളിച്ചിട്ട് പറയാണ് അവിടെ ഇന്ന ഇഷ്യൂകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിലൊക്കെയാണ് വിളിച്ചു പറയുന്നത്. കാരണം അവർക്ക് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഒന്നും വേണമെന്നൊന്നുമില്ല. ആർക്ക്? എത്തിക്കൽ ഹാക്കേഴ്സിന്. പെനട്രേഷൻ ടെസ്റ്ററിന് സിസ്റ്റമാറ്റിക് പ്രോസസ്, കാരണം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് കമ്പനിയുടെ കുറച്ച് സിസ്റ്റമാറ്റിക് പ്രോസസ് ഉണ്ട്, ആ രീതിയിൽ തന്നെ ചെയ്യണം. എന്നാൽ എത്തിക്കൽ ഹാക്കേഴ്സിന് അവരെന്താണോ പറഞ്ഞ പണി അത് അങ്ങോട്ട് അവസാനം ചെയ്താൽ മതി. റിപ്പോർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്തോ ഇഷ്യൂ വല്ലതും ലീക്ക് ആവുന്നുണ്ടോ നോക്കാനാണെങ്കിൽ ലീക്ക് ആവുന്നുണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് അത്രയും ബെനിഫിറ്റ്സ് ആർക്കുണ്ട്? എത്തിക്കൽ ഹാക്കേഴ്സിനുണ്ട്. അപ്പൊ ഇതാണ് ഒരു പെനട്രേഷൻ ടെസ്റ്ററും എത്തിക്കൽ ഹാക്കിംഗ്. ഏകദേശം ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെ, ഡെഫിനിഷൻ ഒക്കെ ഒരുപോലെ തന്നെയാണ്, പക്ഷെ അവർ ചെയ്യുന്ന കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഒരാൾ ഒരു കമ്പനിക്ക് അണ്ടറിൽ വർക്ക് ചെയ്യുന്നതിൻ്റെതായ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. മറ്റൊരാൾ എന്താണ്? കുറച്ചുകൂടി ഫ്രീ ആണ് ആര്? ഈ എത്തിക്കൽ ഹാക്കേഴ്സ്. പക്ഷെ അയാൾക്ക് എന്തായിരിക്കണം? കൂടുതൽ സ്കിൽ ഉള്ള ഒരാളായിരിക്കണം ആര്? എത്തിക്കൽ ഹാക്കേഴ്സ്. ലീഗൽ പെർമിഷൻ വേണ്ടത് ആരാണ്? എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. ഓക്കെ, മറ്റവർക്ക് എന്താണ്? കൺസേൺഡ് അതോറിറ്റിയിൽ നിന്നല്ല, അത് ഓതറൈസ്ഡ് പെർമിഷൻ മതി. ആ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഒരു പെർമിഷൻസ് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ പെൻ ടെസ്റ്റിങ്ങിന്റെ ഫേസസ് നിങ്ങൾ തപ്പുന്ന സമയത്ത് അല്ലെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് പല രീതിയിലായിരിക്കും. നമ്മൾ ഈ കാണിച്ചിരുന്ന ഇതേ രീതി തന്നെ ആയിരിക്കില്ല, പക്ഷെ അതിന്റെ ഒരു ബേസ് സ്ട്രക്ചർ ആണ് ഇത്. ഓരോ സമയത്തും പക്ഷെ ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഇവിടെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാനിങ്, ഡിസ്കവറി, ഒറ്റ സ്റ്റെപ്പിൽ പ്രീ എൻഗേജ്മെന്റ്. ഓക്കെ, ദെൻ റെക്കഗ്നൈസൻസ്, അവിടെ അതേപോലെ തന്നെ റെക്കഗ്നൈസൻസ്. പിന്നെ അവിടെ സ്കാനിങ്ങിനെയും വൾണറബിലിറ്റി അനാലിസിനെയും ഒരുമിച്ച് പറയുന്നതാണ് ത്രെഡ് മോഡലിംഗ് എന്നുള്ള ഒരൊറ്റ വാക്കിൽ അവിടെ പറഞ്ഞു. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ, ഗെയിനിങ് ആക്സസ്. ആഫ്റ്റർ ഗെയിനിങ് ആക്സസ്, സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അത് നമ്മൾ നേരത്തെ ഹാക്കിംഗ് ഫേസസിൽ മെയിൻറ്റെയിനിങ് ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് നമ്മൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഗെയിനിങ് ആക്സസ് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യണം. അവസാനം റിപ്പോർട്ടിങ്ങിൽ അവസാനം റീടെസ്റ്റ് ചെയ്യണം, അടക്കുന്ന വെരിഫൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതാണ് ഓരോ സ്ഥലത്ത് നിങ്ങൾ ഫേസസ് കാണുമ്പോൾ ഡിഫറൻസ് വരും. ഇനി ചില ഇപ്പം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെൻ ടെസ്റ്റിംഗ് എന്താണ്? കുറച്ചുകൂടി ഓട്ടോമേറ്റഡ് ആവുന്നുണ്ട്. നമ്മളുടെ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ ഫയർവാളുകളൊക്കെ വന്നതോടുകൂടി കുറേയൊക്കെ അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ, നമ്മുടെ
AI ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ തടയുന്നുണ്ട്. അപ്പൊ അങ്ങനെ തടയണമെന്നുണ്ടെങ്കിലും നമ്മൾ ആരെ അത് ലേൺ ചെയ്യിപ്പിച്ച് കൊടുക്കണം? സിസ്റ്റത്തിന് ലേൺ ചെയ്യിപ്പിച്ച് കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റങ്ങളെ അവിടെ എങ്ങനെയാണ് പെൻ ടെസ്റ്റിംഗ് എന്നുള്ളതാണ്. ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വെബ് അറ്റാക്കുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഏകദേശം ഇത് തന്നെയാണ് അവിടെയും പറയുന്നത്. ആദ്യം പ്ലാനിങ് ആൻഡ് റെക്കഗ്നൈസൻസ്, ഒറ്റ വാക്കിൽ അവരത് പറഞ്ഞു. സ്കാൻ ചെയ്തു, ഗെയിനിങ് ആക്സസ് കിട്ടി, മെയിൻറ്റെയിനിങ് ആക്സസ് കിട്ടി. അപ്പൊ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ എന്തോ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നവർക്ക് മനസ്സിലായി. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും? ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ, ഓക്കെ, ഒരു ഫയർവാൾ ഉണ്ട്. അറ്റാക്കുകളെ തടയാനുള്ള ഫയർവാളിന്റെ റൂൾസുകളൊക്കെ മാറ്റം വരുത്തും. ഓക്കെ, അവിടുത്തെ കോൺഫിഗറേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂളുകളൊക്കെ ഉണ്ടല്ലോ, ആ റൂളുകളൊക്കെ മാറ്റം വരുത്തും. അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കുകൾ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ റൂളുകൾ കാരണം ആ അറ്റാക്ക് തടയപ്പെടും. എന്ന് പറഞ്ഞാൽ അറ്റാക്ക് നടക്കില്ല. അപ്പൊ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ കോൺഫിഗർ ചെയ്യുന്ന പെൻ ടെസ്റ്റേഴ്സ്, നിങ്ങൾ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ജോബ് ആയിരിക്കും, ഇങ്ങനെയുള്ള ജോബുകളും വരാൻ സാധ്യതയുണ്ട്. കാരണം കമ്പനിയിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ഉണ്ടാവും. അപ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത്? വെബ്സൈറ്റുകളിലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പം കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിന്റെ സെക്യൂരിറ്റി നോക്കാൻ പെൻ ടെസ്റ്റർ ഉണ്ട്, ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളും ഉണ്ട്. അപ്പോൾ പെൻ ടെസ്റ്റർ എന്ത് ചെയ്യാം? പെൻ ടെസ്റ്ററിന്റെ പുതിയ പുതിയ ഐഡിയാസുകളൊക്കെ ഈ ഫയർവാളിൽ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അറ്റാക്കുകൾ വരുമ്പോൾ ആര് തടഞ്ഞോളും? ഫയർവാൾ തടഞ്ഞോളും. അത് ചില അറ്റാക്കുകൾ ഫയർവാളിന് തടയാൻ പറ്റുന്നുണ്ടാവില്ല. അത് ആരാദ്യം കണ്ടുപിടിക്കണം? പെനട്രേഷൻ ടെസ്റ്റർ ആദ്യം കണ്ടുപിടിച്ചിട്ട് ആ അറ്റാക്കുകളെ ഇനി എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളത് റിസർച്ച് ഒക്കെ നടത്തിയിട്ട് അയാൾ വീണ്ടും എന്ത് ചെയ്യണം? ആ ഫയർവാളിനെ വീണ്ടും അതനുസരിച്ചിട്ട് റൂൾസ് ഒക്കെ എഴുതിയിട്ട് കോൺഫിഗർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ എന്താവും? കോൺഫിഗർ ആയി അത്രയ്ക്കും സെക്യൂർ ആയി വരുന്നുണ്ടാവും. അത് കാരണം ആ വെബ് ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മുടെ എൻറ്റയർ കമ്പനിന്റെ വെബ്സൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കുന്നത് ആ ഒരു ഫയർവാൾ ആയിരിക്കും. അതുവഴി നമ്മുടെ കമ്പനിന്റെ വെബ്സൈറ്റ് സെക്യൂർ ആകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയും പെൻ ടെസ്റ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് പെനട്രേഷൻ ടെസ്റ്റിംഗിന്റെ ഫേസസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ഫേസും കൂടിയുണ്ട്, സൈബർ കിൽ ചെയിൻ എന്നാണ് അതിന് പറയാം. ഈ ഒരു മോഡൽ ഡെവലപ്പായി വന്നത് അമേരിക്കൻ ആർമിയുടെ അറ്റാക്കിംഗ് മെത്തഡോളജി കണ്ടിട്ടാണ്. ഓക്കെ, അമേരിക്കൻ ആർമിക്ക് ഒരു അറ്റാക്കിംഗ് മെത്തഡോളജി ഉണ്ട്, അതിനെയാണ് കിൽ ചെയിൻ എന്ന് പറയുന്നത്. US ഒരു അറ്റാക്കിംഗ് സ്റ്റൈലാണ്. അവർ ഏതെങ്കിലും ഒരു സ്ഥലം നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരത് നശിപ്പിച്ചിരിക്കും. ഓക്കെ, അവര് ബില്ലാദിനെ പിടിച്ചതും അവര് എന്താ പറയാ സദ്ദാം ഹുസൈനെ പിടിച്ചതും, അവർ പിടിക്കണം തീരുമാനിച്ചു, അവർ പോയി പിടിച്ചു. അവരെന്ത് ചെയ്തു? ആ ഒരു പ്ലാനിങ്, സദ്ദാം ഹുസൈനൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരൊക്കെ എന്താണ്, രഹസ്യമായ താവളങ്ങളിലൊക്കെയാണ് ജീവിക്കുക. അവിടെ പോയി അത് കണ്ടുപിടിച്ച് അവിടെ പോയി അവരുടെ കോട്ടയിൽ പോയിട്ട് എന്ത് ചെയ്തു? അവരുടെ എല്ലാ ഡിഫെൻഡിങ് മെക്കാനിസത്തിനെയും തകർത്തുകൊണ്ട് ആള് കൂളായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. ആ ഒരു മെത്തഡോളജിനെയാണ് കിൽ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അവരാദ്യം അവിടെ ടാർഗറ്റ് എവിടെ നിൽക്കുന്നു എന്നുള്ള സ്ഥലം മനസ്സിലാക്കും. എന്നിട്ട് അവിടെ ആ ഫോഴ്സിനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. എന്നിട്ട് ആ ഫോഴ്സിനെ കൊണ്ട് അവിടെ ഒരു അറ്റാക്ക് നടത്തിപ്പിക്കുന്നു. എന്നിട്ട് ടാർഗറ്റ് നശിപ്പിക്കുന്നു. ആ ഒരു സ്റ്റൈൽ, ഇത് ഇങ്ങനെയല്ല, ഇതിനൊരു പ്ലാൻ അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഈ പ്ലാൻ അനുസരിച്ചിട്ടാണ് അവരവിടെ വർക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? അത് വെച്ചിട്ട് അവിടെ അവർ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കി അവർ തിരിച്ചു വരും. അവരുടെ ആ മെത്തേഡാണ് കിൽ ചെയിൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ ഇതേ രീതിയിലാണ് സൈബർ അറ്റാക്കുകളും നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത മറ്റൊരു മോഡലാണ് സൈബർ കിൽ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലോക്ഹീഡ് മാർട്ടിൻ ഇതേ രീതിയിലാണ് സൈബർ അറ്റാക്കുകളും നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് ആണ്, അല്ലെങ്കിൽ ഒരു മോഡലാണ് സൈബർ കിൽ ചെയിൻ. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച മോഡലുകൾ ഏതൊക്കെയാണ്? ഹാക്കിംഗ് ഫേസസ് നമ്മൾ പഠിച്ചു, പെനട്രേഷൻ ടെസ്റ്റർ ഫേസസ് നമ്മൾ പഠിച്ചു. ഇതാണ് എന്ത്? സൈബർ കിൽ ചെയിൻ അറ്റാക്കർ ഫേസ്. ഒരു അറ്റാക്കർ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? അറ്റാക്കറുടെ ഉദ്ദേശം എന്ത് മാത്രമേ ഉള്ളൂ? ടാർഗറ്റ് നശിപ്പിക്കുക. ഓക്കെ, നമ്മൾ കിൽ ചെയിൻ പറഞ്ഞ പോലെ ഡെസ്ട്രക്ഷൻ ഓഫ് ടാർഗറ്റ് നശിപ്പിക്കുക. ഇതാണ് ആരുടെ ഉദ്ദേശം? അറ്റാക്കറിന്റെ ഉദ്ദേശം. അപ്പൊ അതവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സൈബർ കിൽ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോക്ഹീഡ് മാർട്ടിൻ 2022 ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ്, ഫേസ് മോഡലാണ് സൈബർ കിൽ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പരിചയപ്പെട്ട അതേ ഫേസസ് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. എന്നാൽ ഇവിടുത്തെ ബേസ് മാറ്റം എന്ന് പറയുന്നത് ഇതിലെ ഓരോ ഫേസും എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഹാക്കർ ഫേസസിൽ ഒന്ന് ആലോചിച്ച് നോക്കാം.
ആദ്യം എന്തായിരുന്നു ഇൻഫർമേഷൻ ഗ്യാതറിങ്, അത് കഴിഞ്ഞിട്ട് സ്കാനിങ്, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ്, കഴിഞ്ഞിട്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഓരോ ഫേസും ഓരോ സെപ്പറേറ്റ് ടീമാണ്. ഇതൊക്കെ ഓരോരുത്തരെ ഏൽപ്പിക്കാം. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കിൽ ചെയിനിന്റെ കാര്യം, സദ്ദാം ഹുസൈനൊക്കെ എവിടെ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് ആർമി ആയിരിക്കില്ല. അതിന് അതിൻ്റെതായ റിസർച്ചേഴ്സ് സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരത് കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് പ്ലാൻ ഉണ്ടാക്കി പഠിപ്പിച്ചതൊക്കെ വേറെ ആൾക്കാരായിരിക്കും. അറ്റാക്ക് അവരെ വിമാനത്തിൽ കൊണ്ടുപോയത് വേറൊരു ആർമി ആയിരിക്കും. അവിടെ ഇറങ്ങിയത് വേറൊരു ആർമി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അറ്റാക്കുകൾ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന ആർമി ആയിരിക്കും അവിടെ ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ ഇതൊക്കെ എന്താണ്, ഓരോ സ്റ്റെപ്പുകളും അവിടെ ചെയ്യുന്നുണ്ടാവുക വേറെ വേറെ ആൾക്കാരായിരിക്കും, എന്നാൽ ഇവരെല്ലാവരും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നോക്കാം. ഫസ്റ്റ് ഫേസ് റെക്കഗ്നൈസൻസ്. നമ്മൾ ഈ പറഞ്ഞ അറ്റാക്കിംഗ് മെത്തേഡ് തന്നെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കഗ്നൈസൻസ് ഇറാഖിലാവട്ടെ, ഇറാനിലാവട്ടെ, പാകിസ്ഥാനിലാവട്ടെ, ഈവൻ ഇന്ത്യയിലാവട്ടെ അമേരിക്കന്റെ സ്പൈകൾ ഇവിടെയൊക്കെ ഉണ്ടാവും. അവരുടെ പണി എന്താണ്? ഇവിടെയുള്ള ഇൻഫർമേഷൻസ് മാക്സിമം കളക്ട് ചെയ്തിട്ട് അവരുടെ ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കുക. ഓക്കെ, ആ ബേസ് ക്യാമ്പാണ് ഇവിടെ വെപ്പണൈസേഷൻ. ഓക്കെ, പറയാം. അപ്പൊ ഇൻഫർമേഷൻ ഗ്യാതേഴ്സ് അവർ ഈ പണി ചെയ്തുകൊണ്ടേയിരിക്കും. അവരിങ്ങനെ ഇൻഫർമേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ദെൻ അതിനനുസരിച്ച് വെപ്പണൈസേഷൻ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വെപ്പണൈസേഷൻ ടീം വർക്ക് ചെയ്ത് തുടങ്ങിയാലും ഇവരുടെ പണി കണ്ടിന്യൂസ് ആയി. സ്പൈകൾ പിന്നെ പോകുന്നുണ്ടോ? ഇല്ല. ഒരു മിഷൻ കഴിയുമ്പോൾ സ്പൈകൾ പോകുന്നില്ല. അവർ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ തന്നെ നിൽക്കും, ഇറാഖിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഇറാനിൽ തന്നെ, അവർ അവിടെ തന്നെ നിൽക്കും. ഓക്കെ, അവരുടെ പണി എന്താണ്? ഇൻഫർമേഷൻ ആ രാജ്യത്ത് നിന്ന് കിട്ടാവുന്ന ഇൻഫർമേഷൻ ഒക്കെ എടുത്തിട്ട് തൊട്ടടുത്ത അവരുടെ ബേസ് രാജ്യത്തിലേക്ക്, അവരുടെ രാജ്യത്തിലേക്ക് ആ ഇൻഫർമേഷൻ ഒക്കെ എത്തിച്ചു കൊടുക്കും. അതനുസരിച്ചിട്ട് അവിടെയുള്ള ബേസ് ക്യാമ്പിലുള്ള ആളുകൾ എന്ത് ചെയ്യും? ഓരോരോ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കും. അതാണ് വെപ്പണൈസേഷൻ എന്ന് പറയുന്നത്. എന്തായാലും എ മുതൽ സെറ്റ് വരെ അവിടെ തീർന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്ലാനുകൾ ആരുണ്ടാക്കും? ഇവരങ്ങനെ ഉണ്ടാക്കും. എ പ്ലാൻ തെറ്റി കഴിഞ്ഞാൽ ബി എടുക്കും, ബി തെറ്റിയാൽ സി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്ലാനുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ദെൻ ഇവർ ഉണ്ടാക്കിയ പ്ലാനുകൾ ഇവരെന്താ ചെയ്യാൻ തുടങ്ങും? ഡെലിവറി ചെയ്യും, ടാർഗറ്റിലേക്ക് എത്തിക്കും. എന്ന് പറഞ്ഞാൽ അമേരിക്ക പ്ലാൻ ചെയ്തിരുന്നു സദ്ദാം ഹുസൈൻ എവിടെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇൻഫർമേഷൻ വഴി കിട്ടി, ആ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കിട്ടി, ആ കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി അവർ എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഈ ഡിസ്കഷനിൽ ആർമി മാത്രമല്ല ഉണ്ടാവുക, ഡോക്ടേഴ്സ്, വേറെ മറ്റു റിസർച്ചേഴ്സ്, സാറ്റലൈറ്റിന്റെ ആൾക്കാർ, അങ്ങനെ പല ആളുകളും ഇവിടെ ഉണ്ടാകും. അവരൊക്കെ ഡിസ്കഷൻ, പല എഞ്ചിനീയേഴ്സ്, ബിൽഡിംഗ് എങ്ങനെ ഇതാക്കണം എന്നുള്ള അങ്ങനെയുള്ള എഞ്ചിനീയേഴ്സ്, അങ്ങനെ എല്ലാ ടീമും വെച്ചിട്ട് ഇവിടുന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കും. ദെൻ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ടീമിനെ അവർ പറഞ്ഞയക്കും. അതാണ് ഡെലിവറി. എന്നിട്ട് അവരെല്ലാവരും പട കൂടിയിട്ട് എന്ത് ചെയ്യും? അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവിടെ ഗെയിനിങ് ആക്സസ്, അവിടുത്തെ ഡിഫെൻഡിങ് മെക്കാനിസത്തിനൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരവിടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, സൈബർ സെക്യൂരിറ്റി രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യും. ഏത് കമ്പനിയാണോ ഹാക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ വൺ ടീം എന്ന് പറയുന്ന ഈ കമ്പനിന്റെ സെൻട്രൽ സെർവർ അതാണ് ഹാക്ക് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ആൾക്കാർ കണ്ടുപിടിക്കും എവിടെയാണ് വൺ ടീമിന്റെ ഓഫീസുകൾ എവിടേക്കാണെന്നുള്ള ആദ്യം നോക്കും. അതിൽ ഏത് ഓഫീസ് ആയിരിക്കും സെൻട്രൽ ഓഫീസ് ആവാൻ സാധ്യത, എവിടെയായിരിക്കും ഈ പറയുന്ന റിസോഴ്സുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഈ മെറ്റീരിയൽസ് ഒക്കെ എവിടെ, ഏത് സെർവറിലായിരിക്കും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക, അത് കണ്ടുപിടിക്കും. ആ ഇൻഫർമേഷൻ ഒക്കെ വെപ്പണൈസേഷൻ ടീമിന് കൊടുക്കും. ദെൻ വെപ്പണൈസേഷൻ ടീം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാന്, ഓക്കെ, വൾണറബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കും. ഒരു മലീഷ്യസ് കോഡ് അവർ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണ് അവർ മലീഷ്യസ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ കിട്ടിയ ഇൻഫർമേഷൻ അവർക്ക് മനസ്സിലാകും. കൊച്ചിയിലുള്ള ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ പറയുന്ന സർവർ ഉള്ളത്. അതുകൊണ്ട് അവിടുത്തെ വൈഫൈ കണക്ട് ചെയ്തിരിക്കുന്നത് ഇന്ന എന്താ പറയുക ജിയോ ആണ് അവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്, ISP കണക്ഷൻ. ആ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ വേറെ ചില അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ വെപ്പണൈസേഷൻ ടീമിന് കിട്ടും. അപ്പൊ വെപ്പണൈസേഷൻ ടീം എന്ത് ചെയ്യും? ഇതിനനുസരിച്ചിട്ടുള്ള ഒരു മലീഷ്യസ് കോഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ജിയോയിലോ സിമ്മിൽ വർക്ക് ചെയ്യുന്ന, അല്ലെ സോറി ജിയോ ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആ പ്രത്യേക അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ മാത്രം വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മലീഷ്യസ് കോഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ മലീഷ്യസ് കോഡ് എന്ത് ചെയ്യും? ഡെലിവറി ചെയ്യും. ഓക്കെ, എന്നിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കൊച്ചിയിലൊക്കെ വന്നിട്ട് അവരെന്ത് ചെയ്യും? പല പല സ്ഥലത്തുള്ള ആളുകൾക്ക് കയ്യിലൊക്കെ ഈ കോഡ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ സിനിമ വഴി സെൻഡ് ചെയ്യുമ്പോൾ സിനിമന്റെ കൂടെ ഈ ഫയൽ കൂടി കയറി പോകും. അങ്ങനെ ഈ ഫയൽ എന്ത് ചെയ്യും? ഈ മലീഷ്യസ് കോഡ് എന്ത് ചെയ്യും? ഈ കൊച്ചി മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് നടക്കും. അപ്പൊ വൺ ടീം കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതേപോലെ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതേപോലെ സിനിമ ഫ്രണ്ട് ഹോസ്റ്റലിൽ നിന്നോ എവിടുന്നെങ്കിലും സിനിമ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഫയലും ഇങ്ങോട്ടെത്തും. ഓക്കെ, അപ്പം ഈ ഫോണുകളിലൊന്നും ഈ മലീഷ്യസ് കോഡ് വർക്ക് ആവില്ല. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ റൂൾസ് വെച്ചിട്ടുള്ള സിസ്റ്റം അല്ല. ഓരോ സിസ്റ്റത്തിലേക്കും ഈ മലീഷ്യസ് കോഡ് എത്തുമ്പോൾ ഈ മലീഷ്യസ് കോഡ് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ഈ സിസ്റ്റത്തിലാണോ ഇത് വർക്ക് ചെയ്യേണ്ടത്? ജിയോ ബ്രോഡ്ബാൻഡ് ആണോ?
ഈ പർട്ടിക്കുലർ അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ നേരത്തെ വൺ ടീമിന്റെ സിസ്റ്റത്തിൽ മാത്രം ഉണ്ടാവാൻ സാധ്യതയുള്ള മെക്കാനിസം ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ടാവും. ആ പ്രോഗ്രാമിംഗ് ഓരോ ഫോണിൽ എത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഡിവൈസിൽ എത്തുമ്പോഴും ആ മലീഷ്യസ് കോഡ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ വൺ ടീമിൽ എംപ്ലോയിന്റെ മൊബൈലിലേക്ക് എത്തും. അങ്ങനെ വൺ ടീമിന് ആളുടെ മൊബൈലിൽ എത്തുമ്പോഴും ഇത് വർക്ക് ആവില്ല, കാരണം അവന്റെ മൊബൈലല്ലല്ലോ ടാർഗറ്റ്. എന്നിട്ട് വൺ ടീമിലെ ആള് അടുത്ത ദിവസം തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ എന്ത് ചെയ്യും? വൺ ടീമിൽ വരും, ഈ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുന്നു. അപ്പൊ അവിടെ സെക്കൻഡ് ഫ്ലോറിലെ വൈഫൈ കണക്ട് ആവുന്നു. അപ്പം ആ മലീഷ്യസ് കോഡ് അങ്ങോട്ട് സ്പ്രെഡ് ആവുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ടും ഇതേ ചെക്കിങ് നടത്തും. ജിയോന്റെ ബ്രോഡ്ബാൻഡ് ആണോ, പർട്ടിക്കുലർ അപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് എല്ലാം മാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? ആ മലീഷ്യസ് കോഡ് റൺ ആവും. അതുവരെ ആ മലീഷ്യസ് കോഡ് വർക്ക് ആവില്ല, ഐഡിൽ സ്റ്റേജിലായിരിക്കും. ആ മലീഷ്യസ് കോഡ് കൊച്ചിയിലുള്ള എല്ലാവരുടെ ഫോണിൽ എത്തിയായിരുന്നു, പക്ഷെ അവിടെ ഒന്നും അത് വർക്ക് ആവില്ല, അവിടെയൊക്കെ അത് ഐഡിൽ സ്റ്റേജിലായിരിക്കും, വർക്ക് ചെയ്യാതെ കിടക്കും. എന്നാൽ അത് എക്സാക്ട് ടാർഗറ്റിലേക്ക് എത്തി. അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ഇവർ വെപ്പണൈസേഷൻ ടീം ഡെവലപ്പ് ചെയ്തത്. ദെൻ എന്തായി? ഡെലിവറി ടീം അത് എക്സാക്ട് ലൊക്കേഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. ആ മലീഷ്യസ് കോഡ് റൺ ആയിട്ട് ഹാക്കിംഗ് നടക്കും. ദെൻ അതുവഴി ആ സിസ്റ്റത്തിലേക്ക് മലീഷ്യസ് കോഡുകൾ, നമ്മൾ കൂടുതൽ മലീഷ്യസ് കോഡുകൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾ ചെയ്യും. മലീഷ്യസ് കോഡിൽ നമ്മൾ മാൽവെയർ എന്നൊക്കെ പറയും. മാൽവെയറുകൾ നമ്മൾ കൂടുതൽ മാൽവെയറുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗെയിനിങ് ആക്സസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിനിങ് ആക്സസിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ സാധനങ്ങൾ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലുമൊക്കെ പോർട്ടുകൾ ഓപ്പൺ ആക്കി വെക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെയാണ് നമ്മളോട് ഇൻസ്റ്റാളേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ദെൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? കമാൻഡ് ആൻഡ് കൺട്രോൾ. ഇനി നമ്മൾ പുറത്തു നിന്ന് അവരെങ്ങനെ കൺട്രോൾ ചെയ്യും? കമ്പ്യൂട്ടർ അവരുടേതാണെങ്കിലും അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? ഇപ്പം നമ്മുടെ കയ്യിലായിരിക്കും. നമ്മൾ ആ സിസ്റ്റത്തിനെ ഇനി ഇങ്ങനെ കൺട്രോൾ ചെയ്യും. നമ്മൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആക്ഷൻ ഒബ്ജക്റ്റീവ്. നമ്മൾ അവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കുറെ പ്ലാൻ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹാക്ക് ചെയ്ത് എന്തിനാ? എന്തോ ഒരു കാര്യം ചെയ്യാനായിരിക്കും. അവരുടെ സിസ്റ്റത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ കമ്പനിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ നശിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിരിക്കും നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമ്മളെ ലക്ഷ്യം അത് നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ആക്ഷൻ ഓൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ അവരുടെ കീബോർഡിന്റെ ആക്സസ്, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ കീബോർഡിന്റെ ആക്സസ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പൊ അവർ അവിടെ എന്ത് ടൈപ്പ് ചെയ്താലും അത് നമുക്കും കിട്ടും. ചിലപ്പോൾ അത് മതിയോ? ഓക്കെ, അതൊക്കെ അറ്റാക്ക് തന്നെയാണ്. അപ്പൊ അതൊക്കെ എന്താണ്? അവരവിടെ എന്ത് ചെയ്യുന്നോ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സിസ്റ്റത്തെ നശിപ്പിക്കണം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണോ ലക്ഷ്യം അത് നമ്മൾ നടപ്പിലാക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് റിയൽ ടൈമിൽ സൈബർ അറ്റാക്കുകൾ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലോക്ഹീഡ് മാർട്ടിൻ ക്രിയേറ്റ് ചെയ്ത അറ്റാക്കർ ഫേസസ് ആണ് സൈബർ കിൽ ചെയിൻ. ഓക്കെ, ഒരു റിയൽ ടൈം മോഡൽ. ഈ രീതിയിലാണ് സൈബർ അറ്റാക്കുകൾ നടക്കുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ മോഡലുകളൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ ഫേസുകളൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? വെറും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതിന്റെ ഓരോ ഫേസിലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇതിനെ റെമഡിയേറ്റും ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് സൈബർ കിൽ ചെയിൻ. എങ്ങനെ റിയൽ ടൈമിൽ ഒരു അറ്റാക്ക് നടക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ഭാഗം പെൻ ടെസ്റ്റിംഗ് മെത്തഡോളജീസ്. ഓക്കെ, നമ്മൾ നേരത്തെ പെൻ ടെസ്റ്റ് എങ്ങനെ നടത്തുന്നത് എന്നുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ എൻഗേജ്മെന്റ്, റെക്കഗ്നൈസൻസ്, ഈ കാര്യം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പെൻ ടെസ്റ്റിംഗ് നടക്കുന്നത്. എന്നാൽ ഓരോ ഓർഗനൈസേഷൻസും അവരുടേതായ രീതിയിൽ അതെങ്ങനെയാണ് പെൻ ടെസ്റ്റിംഗ് നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പെൻ ടെസ്റ്റിംഗ് മെത്തഡോളജീസ് എന്ന് പറയുന്നത്. എങ്ങനെ പെൻ ടെസ്റ്റ് നടത്തണം, എങ്ങനെ നമുക്ക് വൾണറബിലിറ്റികളെ കണ്ടുപിടിക്കാം, അതിന്റെ ഓർഡർ എന്തായിരിക്കണം. ഓക്കെ, അതിനൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഉണ്ട്, അത് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, എത്രത്തോളം ഇത് കമ്പനിയെ ബാധിക്കും എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെ റെക്കമെൻഡേഷൻ കൊടുക്കണം എന്നൊക്കെ ഓരോ ഓർഗനൈസേഷനും ഓരോ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാക്കിംഗ് പെൻ ടെസ്റ്റിംഗ് ഫേസസ് ഉണ്ടല്ലോ, അത് ഓരോ കമ്പനിയും ഓരോ രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഫേസുകൾ, ഞാൻ അത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിലേക്ക് പോകേണ്ടി വരും. നമ്മൾ ക്ലാസ് ടൈം നമ്മൾ വിചാരിച്ച പോലെ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടേമുകളാണ്, മെത്തഡോളജീസ് ആണ് OSSTMM. ഓക്കെ, ഓപ്പൺ സോഴ്സ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് മെത്തഡോളജി മാനുവൽ. നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടേതായ രീതിയിൽ എങ്ങനെ പെൻ ടെസ്റ്റിംഗ് നടത്തണം എന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഇസാഫ്, ഇവര് പറയുന്നുണ്ട് എങ്ങനെ പെൻ ടെസ്റ്റിംഗ് നടത്തണം. OWASP, ഉദാഹരണത്തിന് വെബ് ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ പെൻ ടെസ്റ്റ് നടത്തണം എന്നുള്ള കാര്യമാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. OWASP ടെസ്റ്റിംഗ് ഗൈഡ്, അത് എങ്ങനെ പെൻ ടെസ്റ്റിംഗ് നടത്തണം. ഒക്കത്തിന്റെ ബേസിക് സ്റ്റെപ്പ് ഇത് തന്നെയാണ്, നമ്മൾ ഈ കണ്ട സ്റ്റെപ്പ് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കുറെ കൂടി ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ റിയൽ ടൈം കമ്പനീസിലൊക്കെ പെൻ ടെസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമ്പനി
ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവാം. സ്വന്തമായിട്ട് നമുക്ക് നമ്മുടേതായ ഒരു പ്ലാനിങ് ഉണ്ടാക്കാം, ചെക്ക് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ പെൻ ടെസ്റ്റ് നടത്തണം എന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ഐഡിയ ഉണ്ടാക്കാം. പക്ഷെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ എന്താണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ അവരൊക്കെ എന്താണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഗൈഡ് ലൈൻ പ്രകാരമായിരിക്കും അവർ പെൻ ടെസ്റ്റ് നടത്തുന്നുണ്ടാവും. എസ്പെഷ്യലി നിസ്റ്റ്, അമേരിക്കയിൽ ഏത് കമ്പനി സ്റ്റാർട്ട് ചെയ്താലും ആ കമ്പനി നിസ്റ്റ് പറയുന്ന പ്രകാരം പെൻ ടെസ്റ്റ് നടത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് അവിടെ പെർമിഷനേ ഉള്ളൂ. ആ കമ്പനി അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കമ്പനിക്ക് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പനിന്റെ സൈബർ പ്ലാറ്റ്ഫോമുകളൊക്കെ അവർ പറയുന്ന രീതിയിൽ പെൻ ടെസ്റ്റ് ചെയ്ത് ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, അവർക്ക് അവിടെ ലൈസൻസ് കിട്ടുള്ളൂ. അങ്ങനെ ഓരോ ഓർഗനൈസേഷനും അവരുടേതായ രീതിയിൽ എങ്ങനെ പെൻ ടെസ്റ്റ് നടത്തണം എന്ന് പറയാം. ആ ഓർഗനൈസേഷൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമുക്ക് ബേസിക്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി. ഇതുവഴി നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് എങ്ങനെ സൈബർ സെക്യൂരിറ്റിയിലേക്ക് വന്നു, ഓക്കെ. അതേപോലെ ആരാണ് ഹാക്കർ, ആരാണ് പെൻടെസ്റ്റർ, ആരാണ് എത്തിക്കൽ ഹാക്കർ, ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുവഴി മനസ്സിലാക്കി. ഓക്കെ.